സരിതാസ് നായർ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി സരിതാസ് നായർ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, സീലുകൾ, ലെറ്റർ പാഡുകൾ എന്നിവ സെൽവിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ? ശരിക്കും ഏത് കമ്പനിയുടെ ഒറിജിനൽ സീലുകൾ പാഡുകളൊക്കെയാണ്? എനിക്കറിയില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അതിനെനിക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടിൽ നിന്ന് നേരത്തെ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ സംഭവം എനിക്കറിയില്ല. ഇത് കേസന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ബാക്കിയുണ്ടായിരുന്നോ? ബിജു രാധാകൃഷ്ണന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് ഒക്കെ എവിടെയായിരുന്നു? അതൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അറസ്റ്റിലായത് ഏകദേശം 15 ദിവസം കഴിഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. അയാൾ ഒളിവിലായിരുന്നു. നികേഷിന് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നികേഷിനോടാണെങ്കിലും ഏകദേശം ഓഗസ്റ്റ് 4-ാം തീയതി 2012 ഇയാൾ അക്കൗണ്ട് ചെയ്തതാണ്. അതിനുശേഷം ഇയാളുടെ ഡോക്യുമെന്റ്സ് എവിടെയാണ്, ഇയാൾ എന്തൊക്കെയാണ് ചെയ്തത്, ആരുമായിട്ടൊക്കെ റിലേഷൻ വെച്ചു, പൈസയൊക്കെ എങ്ങനെ ചെലവഴിച്ചു, ഒരു കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ ഉള്ളൊരു വിഷയമല്ല. അപ്പം ഈ കിട്ടിയത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. PC ജോർജ് അല്പം മുമ്പ് പറഞ്ഞത് സരിത കേട്ടിരുന്നോ? ക്ലിഫ് ഹൗസിൽ ഉമ്മൻചാണ്ടിയും ഭാര്യയും മകളും ഒക്കെ ഇരിക്കുകയായിരുന്നു, സരിത ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബിസിനസ് എന്തോ കാര്യം സംസാരിക്കണം എന്ന് സരിത പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യങ്ങൾ പെൻഡ്രൈവിലുണ്ട്. അത് ഉന്നത IPS ഉദ്യോഗസ്ഥർ കണ്ട് ചിരിച്ചത് കാര്യം സരിതയോട് ചോദിക്കൂ എന്ന് PC ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു. സത്യത്തിൽ എനിക്ക് സത്യത്തിൽ ജോർജ് സാർ പറഞ്ഞ ആ കഥയെ പറ്റി എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാല് ഇപ്പൊ നികേഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കഥ നടന്നതായിട്ട് അറിയുന്നത്. ഏത് IPS ഉദ്യോഗസ്ഥരാണ് എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അതും കൂടെ അദ്ദേഹം വ്യക്തമാക്കാൻ പറയും. ക്ലിഫ് ഹൗസിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? മുഖ്യമന്ത്രിയുടെ ഭാര്യ? ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഈ കഥ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. നികേഷിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞത് ഒരു കഥയാണ്. അപ്പൊ കഥയെ പറ്റി ഞാൻ എന്തിനാ ചർച്ച ചെയ്യുന്നേ? തുടരുക. PC ജോർജ്, താങ്കൾ നേരത്തെ പറഞ്ഞത് വെറുതെ ആയിരുന്നു, അത് വെറും കഥയാണ്. ഇപ്പോഴാണ് സരിത അത് കേൾക്കുന്നത് തന്നെ. സരിത ഒന്ന് ചോദിച്ചാൽ മതി, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്കും ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് ആദ്യം ഒരു 35 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു എന്നൊന്ന് ചോദിച്ചേ. സരിത മറുപടി: നികേഷെ, ഈ ചർച്ചയ്ക്കുള്ള സമയമല്ല ഇത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. എനിക്ക് ജുഡീഷ്യൽ കമ്മീഷനിൽ 15-ാം തീയതി തന്നിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു ചാനലിൽ വിഷയങ്ങളെല്ലാം ചർച്ചയാക്കുവാണെങ്കിൽ എനിക്ക് കമ്മീഷൻ മുമ്പാകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തൊരു ചോദ്യം കൂടി. 4-5 ദിവസത്തിന് മുമ്പ് കോയമ്പത്തൂർ പോയിരുന്നോ സരിത? ഞാൻ പോയിട്ടില്ല. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുണ്ടോ? ഞാൻ ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല. കോടതിയിൽ എന്തോ വെച്ചാൽ ഇപ്പൊ ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ബിജു രാധാകൃഷ്ണനുമായിട്ട് 2008 ഒരു പ്രാവശ്യം ഞാൻ ഇയാളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഈ TV കണ്ട പരിചയത്തിൽ അയാളുടെ ബന്ധുവാണെന്നാണ് അന്ന് പരിചയപ്പെടുത്തിയതല്ല, എന്നെയല്ല പരിചയപ്പെടുത്തിയത്, എന്റെ കൂടെ നിന്ന ആൾക്കാരെ പരിചയപ്പെടുത്തിയപ്പോ കേട്ടതുമാണ്. ഇതിനോട് സംസാരിച്ചിട്ടില്ല? ഇല്ല. അയാളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ഏതായാലും സരിത സത്യം പറയാം. ഒരു കാര്യം പറയാം, കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാം സ്വീകരിച്ച് എനിക്ക് ഇഷ്ടമാണ്. കാരണം ഉള്ള എല്ലാ ജീവിതം നഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്നെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഇവരെ PC ജോർജ്, താങ്കൾ നേരത്തെ ഉന്നയിച്ച ഗുരുതരമായ ആക്ഷേപമുണ്ടല്ലോ, മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അതൊന്ന് ചോദിക്കട്ടെ. അതായത് സരിതയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൃപയിൽ സരിതയും മുഖ്യമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ഉൾപ്പെടെ വളരെ സന്തോഷത്തിൽ ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ സമയത്ത് ഞാൻ ബിസിനസ് ഡീല് സംസാരിക്കാനുണ്ടെന്ന് സരിത പറഞ്ഞതനുസരിച്ച് അവരെല്ലാം ഇറങ്ങിപ്പോയി കഥകടയ്ക്കുകയും അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയും സരിതയും മാത്രമായി ഇരുന്ന് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയാൻ നിഷേധിക്കുമോ? ഞാൻ നിഷേധിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു സാർ, ആ പറഞ്ഞ കാര്യം കഥയാണെന്ന് നികേഷിനോട് പറഞ്ഞു സാർ. അതിനകത്ത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. എന്നാൽ സരിതയുടെ പെൻഡ്രൈവ് ഈ നമ്മുടെ ഈ DYSPയും പോലീസ് ഓഫീസർമാർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? അത് എന്റെ കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. അതൊന്നും ഞാൻ നിഷേധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിനകത്തൊന്നും ഈ പറഞ്ഞ ദൃശ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തർക്കിക്കുന്നില്ല. ഇനി അല്ല, സരിത പറയുന്നത് പെൻഡ്രൈവ് പോലീസിന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് സരിതയുടെ. അതിനകത്ത് എന്തുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം.
അതിനകത്തോണ്ട് അത് കണ്ടിട്ട് ചിരിച്ച IPS ഉദ്യോഗസ്ഥൻ നേരിട്ട് പറഞ്ഞതല്ലേ എന്നോട്. ആരാണ് IPS ഉദ്യോഗസ്ഥൻ? അത് പറയാൻ പറ്റും. അങ്ങനെ പിന്നെ മെയിൽ ഉദ്യോഗസ്ഥരുടെ കാര്യം ഇല്ല, സരിതയിലേക്ക് ഞാൻ തിരികെ പോകുന്നു. സരിതയുടെ കയ്യിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പെൻഡ്രൈവ് എടുത്തിട്ടുണ്ട്. ഒന്നല്ല, ഒരു ശരിക്കും പറഞ്ഞ ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ കുറെ പെൻഡ്രൈവുകൾ എടുത്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പലതും 2 മൊബൈൽ ഫോൺ മിസ്സിംഗ് ആയതുപോലെ കോടതിയിൽ എത്താതെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് കമ്മീഷൻ മുമ്പാകെ പറയാനാണ് അത് താല്പര്യം നികേഷ്. അല്ലാതെ ഇപ്പൊ ഒരു മാധ്യമത്തിൽ അത് ചർച്ചയാക്കി അല്ല, ശരിയാണ്, മാധ്യമങ്ങളോടെല്ലാം പറയേണ്ടതില്ല സരിത. പക്ഷേ എങ്കിൽ പോലും മൊബൈൽ ഫോൺ മിസ്സിംഗ് ആണ്, അതുപോലെ പെൻഡ്രൈവും മിസ്സിംഗ് ആണ്. പോലീസാണ് അത് എടുത്തിട്ടുള്ളത്. എല്ലാ പെൻഡ്രൈവ്സും മിസ്സിംഗ് ആണെന്ന് ഞാൻ പറയില്ല. എന്റെ അടുത്ത് എല്ലാ പെൻഡ്രൈവ്സും കോടതിയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിനകത്ത് പോലീസിന് എന്താണ് താല്പര്യം? എന്തിനാണ് സരിതയുടെ മൊബൈൽ ഫോൺ മുക്കുന്നത്? എന്തിനാണ് പെൻഡ്രൈവ് എടുക്കുന്നത്? അത് തന്നെയാണ് 100 പ്രാവശ്യം ഞാനും ചോദിക്കുന്നത്. അതിനകത്ത് എന്താണ് കാര്യമെന്നാണ് ഞാനും ചോദിക്കുന്നത്. PC ജോർജ് തുടരുക. PC ജോർജ്, ഏതായാലും ഇപ്പൊ ഇനി എത്ര കേസ് സരിതയ്ക്കുണ്ട്? സരിത എന്ന് പറഞ്ഞേ. എനിക്കിനിയും 23 കേസോളം ഉണ്ട്. 22 ഉള്ളൂ, 23 സത്യം പറ? 22 കേസ് ഒരെണ്ണം തീരാറായി. അത് തീരാൻ ഇനി എത്ര രൂപ കെട്ടിവെക്കേണ്ടി വരും? എനിക്ക് പൈസ കെട്ടിവെക്കുന്നത് നോക്കി നിൽക്കുകയല്ലേ സാർ. ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഞാൻ പൈസ കെട്ടിവെക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ചലഞ്ച് ചെയ്തല്ലേ ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് കേസ്. ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? തീരണി ക്യാഷ് കെട്ടിവെക്കാനില്ലേ? ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരൂലേ? അത് രക്ഷിക്കാൻ എത്ര രൂപ വേണ്ടി വരും? സത്യം പറ, എന്തിനു വിളിച്ചു വെക്കുന്നത് എന്നോട്? ഇല്ല, ഞാനപ്പോ അങ്ങനെയൊന്നും നോക്കാറില്ല സാർ. നമ്മള് കേസുകൾ ചലഞ്ച് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന പൈസ കെട്ടിവെക്കണമെങ്കിൽ അത് ശാലുവാണ് ഫസ്റ്റ് നമുക്ക് തിരിച്ചു തരേണ്ടത്. ശാലു മേനോനാണ്. ശാലു മേനോനല്ലല്ലോ, ഈ കളിപ്പിച്ച രാഷ്ട്രീയക്കാരൊക്കെ തരണ്ടേ? അതൊക്കെ പേരൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇനിയിപ്പോ സരിത ഇങ്ങനെ പറയുമ്പോൾ സരിതയെ മോശക്കാരിയാക്കാനൊന്നും ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ വഞ്ചിച്ച ഈ രാഷ്ട്രീയക്കാരെ വെറുതെ വിടുന്നത് ശരിയാണ്? സാർ, ഞാൻ ഈ സത്യം പറഞ്ഞ നികേഷ്, ഞാൻ ഈ വിഷയത്തിനകത്ത് ചർച്ച ചെയ്യാനല്ല നികേഷ് വിളിച്ചതെന്നാണ് വിചാരിച്ചത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, എനിക്ക് ചില പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതായത് എനിക്ക് കമ്മീഷൻ മുമ്പാകെ നോട്ടീസ് വന്നിരിക്കുന്ന സമയമാണ്. മീഡിയ മുമ്പേ സംസാരിക്കാൻ പറ്റില്ല. തന്നെയല്ല, സിവിയർ ആയിട്ടുള്ള പനിയും ത്രോട്ട് ഇൻഫെക്ഷനും എനിക്കുണ്ട്. അത് മെഡിക്കലി അൺഫിറ്റ് ആണ്. അങ്ങനെയുള്ള വിഷയത്തിലും ഞാൻ ഇങ്ങനെ തുടരുക. പക്ഷേ PC ജോർജ്, 5.5 കോടി രൂപ ശാലു മേനോനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സരിത പറയുന്നത്. ശാലു മേനോനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സരിതയുടെ അറിവാണ്, അല്ലെങ്കിൽ സരിത പറയുന്നതാണ്. ഈ 5.5 കോടിയുടെ ആക്ഷേപമാണ് യഥാർത്ഥത്തിൽ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് 5.5 കോടി വിശ്വസിക്കാൻ പറ്റില്ല. അതിനുള്ള വീടില്ല. അത് സരിതയെ സംബന്ധിച്ചിടത്തോളം അവര് വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 1.5 കോടി രൂപ എങ്കിലും മുടക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ 5.5 കോടിയുടെ വീടില്ല ശാലു മേനോന്. അതിപ്പം അവരുടെ ബിസിനസ് കാര്യമാണ്, അതുപോലെ കച്ചവടത്തിന്റെ കാര്യമാണ്. എങ്ങനെയാണെന്ന് അവർ സ്വർണ്ണം ഉണ്ടോ എന്തെന്ന് നമുക്കറിയാത്ത കാര്യം പറയാൻ പറ്റില്ല. ഈ കാര്യത്തിൽ താങ്കൾ തറവാണല്ലോ PC ജോർജ്. ഈ കാര്യത്തിൽ നേരത്തെ സരിതയോട് താങ്കൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് താങ്കൾ ഈ കാര്യത്തിൽ തറവാണ്. താങ്കൾ നല്ല തരത്തിൽ ഗൃഹപാഠം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ MLA സ്ഥാനം പോയതിന് ശേഷം താങ്കൾ ഈ വിഷയത്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അല്ല, ഞാനിതിപ്പോ ഈ ചാനലുകാർ ചർച്ച ചെയ്തപ്പോൾ എന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നുള്ളതല്ലാതെ 1 മിനിറ്റ് പോലും ഇതിനുവേണ്ടി കളയാൻ ഞാൻ തയ്യാറില്ല. അത് അവർക്കറിയാം. സരിത ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുമെന്ന് താങ്കൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമാണ് താങ്കൾ ചോദിച്ചത്. സരിതയോട് താങ്കൾ ചോദിക്കുമ്പോൾ സരിത നൽകുന്ന ഉത്തരം ശരിയല്ല എന്ന് ഓരോ ചോദ്യവും കഴിയുമ്പോൾ ബോധ്യവുമാണ്. താങ്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് അത് സരിത ഈ അവസ്ഥയിൽ ഇങ്ങനെ പറയൂ എന്നുള്ളത് താങ്കൾക്ക് ബോധ്യപ്പെടുന്നുമുണ്ട്. അതായത് നികേഷേന്റെ കുഴപ്പം, ആ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീയോട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ കാണിച്ച മ്ലേച്ഛമായ നീചമായ പ്രവർത്തനം മുഴുവൻ ആ സ്ത്രീയും ആ സ്ത്രീ ഡ്രൈവറും കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കത് പൊതുസമൂഹത്തിനോട് പറയാനുള്ള മഹിമനസ്സും കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എല്ലാവരുടെയും ചരിത്രം എനിക്ക് പറഞ്ഞ കാര്യം. പക്ഷെ ഇതിന്റെ പുറകെ നടക്കാൻ എനിക്ക് നേരില്ല. ഞാൻ ഇന്ന് ചേറ്റോട് എന്ന് പറയുന്ന സ്ഥലത്ത് 100 ചില്ലാനം പേര് ചേർന്ന ഒരു വാർഡ് കമ്മിറ്റി പങ്കെടുക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ വിളിക്കുന്നത്. എനിക്കിതിനൊന്നും പുറകെ നടക്കാൻ നേരമില്ല. എനിക്ക് കേരളത്തിലെ കർഷകനുണ്ട്, പാവപ്പെട്ടവൻ, അവന്റെ രാഷ്ട്രീയമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഓടി നടക്കാൻ.
പക്ഷെ ഈയിനം കാര്യങ്ങൾ നികേഷിനെ പോലുള്ള ആത്മാർത്ഥമുള്ള പത്രപ്രവർത്തകർ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാതിരിക്കുന്ന മര്യാദകളല്ലേ? അതുകൊണ്ട് ഞാൻ സത്യങ്ങൾ ഇവിടെ ഇപ്പോ ബിജു രാധാകൃഷ്ണനെ സോളാർ കമ്മീഷൻ കൊണ്ടുപോയി കണ്ടെത്തിയിരിക്കുന്നത് വെറും ചില രേഖകൾ മാത്രമാണ്. ഡിജിറ്റലായ ഒരു കാര്യവും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഉമ്മൻചാണ്ടിക്ക് വലിയ തോതിലുള്ളൊരു രാഷ്ട്രീയമായ എഡ്ജ് നൽകുന്നു. കണ്ടില്ലേ എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ഇനി നാളെ PC ജോർജ് അടക്കമുള്ളവരെ നോക്കി ചിരിക്കും. ചിരിക്കല ശരിക്കും മനസ്സ് കരയും. ഞാൻ ചെയ്ത കൊള്ള, ഞാൻ ചെയ്ത വൃത്തികേടുകൾ, ഞാൻ ചെയ്ത മര്യാദഘട്ട നടപടികൾ, ഞാൻ കാണിച്ച അഴിമതികൾ ഇതെല്ലാം ജനം അറിഞ്ഞല്ലോ ദൈവമേ എന്ന് ദുഃഖിക്കും. ഒരു സംശയം വേണ്ട, ഉമ്മൻചാണ്ടി ഒന്നും ചിരിക്കില്ല. ഉമ്മൻചാണ്ടിക്ക് ചിരിക്കാനും കഴിയില്ല. നികേഷ് എന്താ ഈ പറയുന്നത്? ഇതുപോലെ നാണം കെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവാനുണ്ടോ? ഇത് ആർക്ക് നികേഷ് അറിയില്ലേ പറയാം. ഞാനിത് പറയാതിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഈ പ്രകൃതി വിരുദ്ധ ഇടപാടുകളുമായി ബന്ധമില്ലാത്ത കോൺഗ്രസ്സുകാർ എത്രയുണ്ട്? എന്നെ പ്രൊവോക്ക് ചെയ്താൽ ചിലപ്പോൾ ഞാൻ പേര് വെച്ച് പറയും ഓരോ, അറിയാമോ? അതൊന്നും വേണ്ട ഇപ്പോൾ ഈ രാത്രിയിൽ. വളരെ നന്ദി ശ്രീ PC ജോർജ്.